ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾക്ക് മംഗളവാർത്താ കാലത്തിലേക്ക് പ്രവേശിക്കാം. പൗരസ്ത്യ സുറിയാനി സഭ തൻ്റെ ആരാധനാക്രമ വത്സരത്തിലെ ആദ്യത്തെ കാലഘട്ടമാണ് മംഗളവാർത്ത അല്ലെങ്കിൽ സുബാറ. സുബാറ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം അറിയിപ്പ് എന്നാണ്. ആരെ അറിയിച്ചു? ദൈവകൽപ്പനയാൽ ഗബ്രിയേൽ മാലാഖ മറിയത്തിന് അല്ലെങ്കിൽ മാതാവിന് നൽകുന്ന മംഗളവാർത്തയെയാണ് സൂചിപ്പിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഈ വാക്ക് ഉണ്ടാകുന്നത് സ്വാർ എന്ന പദത്തിൽ നിന്നാണ്. ഇവയുടെ അർത്ഥം പ്രതീക്ഷ അല്ലെങ്കിൽ പ്രത്യാശ, ശരണം എന്നൊക്കെ ഇവയ്ക്ക് അർത്ഥമുണ്ട്. മംഗളവാർത്ത അറിയിപ്പ് ലഭിച്ചതോടെ പ്രതീക്ഷകളെല്ലാം സഫലമായി. ഈ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ 3 മേഖലകളിൽ അവർ വളരെയേറെ ആനന്ദിക്കുകയാണ്. എന്താണ്? 1, രക്ഷയുടെ അനുഭവം അവർക്കുണ്ടാകും. 2, സമാധാനത്തിൻ്റെ അനുഭവം ഉണ്ടാവും. 3, പ്രത്യാശയുടെ അനുഭവം ഉണ്ടാകും. ഈ 3 മേഖലകളിലൂടെ അവരുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഈ 3 കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സഫലമാകും. മംഗളവാർത്താ കാലത്തിലൂടെ ഒരു പുതിയ യുഗത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. ദൈവപിതാവിൻ്റെ കൽപ്പനയിലൂടെ ഗബ്രിയേൽ മാലാഖ മറിയത്തിന് നൽകുന്ന മംഗളവാർത്ത. പൗരസ്ത്യ സുറിയാനി സഭയിൽ ആരാധനാക്രമ വത്സരത്തിലെ ആദ്യ കാലഘട്ടമാണിത്. പ്രധാനമായും സൂചിപ്പിക്കുന്നത് ഈശോയുടെ ജനനമാണ്. പ്രിയ സഹോദരങ്ങളെ, ഉണ്ണീശോയുടെ ജനനത്തിനായി, ജനന തിരുനാളിനായി നമ്മൾക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. ദൈവം നമ്മളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.